സൂറത്തിന്റെ മഹത്തായ ഒരു സൂറത്താണ് ഇത്, മഹത്തായ ഒരു അധ്യായമാണ്. അലം തറ അന്നല്ലാഹ അതാക സൂറത്തൻ തറാ കുല്ല മലികിൻ ദൂനഹാ യതലബ്ലബൂ. ഈ മഹത്തായ അധ്യായം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ഔദാര്യമായി നൽകിയിരിക്കുകയാണ്. ഈ അധ്യായത്തിലെ ഓരോ വരികളിലൂടെ ഈ ലോകത്തുള്ള മുഴുവൻ രാജാക്കന്മാരും ആ വരികളുടെ ആന്തരിക രഹസ്യങ്ങളിലൂടെ അർത്ഥതലങ്ങളിലൂടെ നീങ്ങുമ്പോൾ ഈ സൂറത്തിലെ ഓരോ രഹസ്യങ്ങളിലേക്ക്, ഇതിന്റെ ആന്തരിക അർത്ഥതലങ്ങളിലേക്ക് നീങ്ങുമ്പോൾ താഴോട്ട് താഴോട്ട് പിറകോട്ട് വലിയുന്നത് കാണാൻ കഴിയും. അത്രമാത്രം അർത്ഥതലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തുൽ നൂറിൽ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ സൂറത്ത് എന്നുള്ളത് ഈ പരിശുദ്ധമായ സൂറത്തിനെ ആലമുൽ ഖുദ്സിൽ നിന്നും ജിബ്രീൽ അലൈഹിസ്സലാം അതാ ഒന്നാം ആകാശത്തേക്ക് ഇറക്കിയിരിക്കുകയാണ്. ഒരുപാട് ഫർളായ കാര്യങ്ങൾ ഈ സൂറത്തുൽ നൂറിൽ നാം വിശദീകരിക്കുന്നുണ്ട്. മറ്റൊരു തഫ്സീർ അനുസരിച്ച് ഘട്ടം ഘട്ടമായി ഒന്നാം ആകാശത്ത് നിന്നും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ആവശ്യാനുസരണം ഈ സൂറത്തിലെ നിയമങ്ങൾ അവതരിപ്പിക്കുകയാണ്. വഅൻസൽനാ ഫീഹാ ആയാതിൻ ബയ്യിനാത്ത്. ഈ സൂറത്തിൽ നാം അവതരിപ്പിച്ചിരിക്കുന്നത് ആയാതിൻ ബയ്യിനാത്ത്, വ്യക്തമായ തെളിവുകളാണ് ഈ സൂറത്തിൽ നാം അവതരിപ്പിച്ചിട്ടുള്ളത്. മഹാനായ അബൂ സഊദ് റളിയല്ലാഹു അൻഹു തഫ്സീർ അബൂ സഊദ് രേഖപ്പെടുത്തുന്നതായി കാണാം. എല്ലാവർക്കും ഈ സൂറത്തിലെ തെളിവുകളും വിഷയങ്ങളും ബോധ്യപ്പെടുന്ന രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തുൽ നൂറിലെ ഓരോ വിഷയങ്ങളും അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ചോദ്യം നമ്മളിലേക്ക് ഉന്നയിക്കപ്പെടാം. ആ മഹാനവറുകൾ അവിടുത്തെ തഫ്സീർ ഗ്രന്ഥത്തിൽ തന്നെ ആ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ഖുർആനിലെ എല്ലാ സൂറത്തുകളും ഇതുപോലെ തന്നെയല്ലേ? എല്ലാ സൂറത്തുകളിലും ഉള്ള വിഷയങ്ങൾ എല്ലാവർക്കും ബോധ്യപ്പെടുന്നതല്ലേ? പിന്നെ ഇവിടെ മാത്രം എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വഅൻസൽനാ ഫീഹാ ആയാതിൻ ബയ്യിനാത്ത് ഈ സൂറത്തിൽ നാം അവതരിപ്പിച്ചിട്ടുള്ളത് വ്യക്തമായ തെളിവുകളോട് കൂടിയിട്ടുള്ള ദൃഷ്ടാന്തങ്ങളാണ്, വ്യക്തമായ തെളിവുകളോട് കൂടിയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഇവിടെ എടുത്തു പറഞ്ഞത് എന്തിനാണ് എന്ന ചോദ്യത്തിന് മഹാനവറുകളുടെ തഫ്സീറിൽ തന്നെ രേഖപ്പെടുത്തിയതായി കാണാം. ഈ സൂറത്ത് പ്രത്യേകം പരിഗണിക്കപ്പെടേണ്ടതാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ എന്ന നാമം കൊണ്ട് തുടങ്ങി. എന്നിട്ടോ അൻസൽനാ ഫീഹാ ആയാതിൻ ബയ്യിനാത്ത് എന്ന പ്രയോഗം പ്രയോഗിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വലിയ സയന്റിസ്റ്റ് ആകണമെന്നില്ല, വലിയ ബുദ്ധി സാമർഥ്യമുള്ള ആളാകണമെന്നില്ല. ഇതിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ ഏതൊരാൾക്കും മനസ്സിലാകും. ഈ സൂറത്ത് ഈ നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചതെന്തിനാണ്? ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഐ തതദക്കറൂന മാ ഫതഅമലൂന ബിമൂജിബിഹാ ഇന്ന വഖൂഇൽ ഹവാദിസ് ദാഇയതി ഇലാ ഇജ്റാഇ അഹ്കാമിഹാ. ഈ പഠിക്കുന്ന ഈ സൂറത്തിലെ ഓരോ ആശയങ്ങളും എല്ലാം ഒരൊറ്റ ദിവസം ആവശ്യമായിട്ട് വരുന്നതല്ല. പക്ഷേ നാളെ ഞാനും നിങ്ങളും അഭിമുഖീകരിക്കാൻ പോകുന്ന ഓരോ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് സൂറത്തുൽ നൂറിലെ ഓരോ അധ്യാപനങ്ങളും.